ഹലോ കാർലോ, എന്തായി? ഇല്ലല്ല സീൻ എന്താന്ന് വെച്ചാ കാർലോ, ഞങ്ങള് വന്നത് ഞങ്ങളെല്ലാം വന്ന അവിടെ നിക്കണത് അവൻ കണ്ടില്ലെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അവന് ഒന്നാമത്തെ കാര്യം അത് കേവ ആണെന്ന് അറിയത്തില്ലായിരുന്നു. അവൻ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വരുന്നതിന് മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും അവനെ അടിച്ചപ്പോഴത്തേക്കിനും അവിടെ നിങ്ങളുടെ അവിടെ നിന്ന് ആരുടെ അടിച്ച് കുക്കുടുവിനും വെടിയിട്ടി, മനസ്സിലായോ? അങ്ങനെ അതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ കാറിലോട് അപ്പൊ പെട്ടെന്ന് പൃഥ്വി വന്ന് ഇവന്റെ അടുത്ത് റേസ് ആയി. പെട്ടെന്ന് റേസ് ആയെന്ന് വെച്ചാൽ ചൂടായിട്ടുള്ള സംസാരിച്ചു മനസ്സിലായി. അത് മിസ്റ്റേക്ക് ഞങ്ങളുടെ മിസ്റ്റേക്ക്, ടിവിയുടെ മിസ്റ്റേക്ക്, ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അന്നേരം പെട്ടെന്ന് ഞാൻ കാറിലോ എടുത്ത് സംസാരിച്ചോടാ, ഒരു മിനിറ്റ് ഞാൻ സംസാരിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോ അവൻ വീണ്ടും സംസാരിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പൃഥ്വിയുടെ അടുത്ത്, ഞാൻ മോശമായിട്ടൊന്നും പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ സൗണ്ട് ഇതാക്കി സംസാരിച്ച് പൃഥ്വി ഞാൻ കാറിലോ എടുത്ത് ഓൾറെഡി സംസാരിച്ചെന്നുള്ളൊരു ടോണിൽ ഞാനും ഞാൻ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കിനാണ് നിങ്ങൾ വന്നത്. അപ്പൊ അവനും കാര്യം അവൻ ചോദിക്കുന്നത്, അവന് നിങ്ങൾ ചോദിച്ച ചോദ്യം തന്നെ വന്നിട്ട് രണ്ടാമത് എണ്ണീറ്റ് എന്തിനാ അടിച്ചത്, ആദ്യം അടിച്ചത് ഓക്കെ, രണ്ടാമത് എണ്ണീറ്റ് അടിച്ചത് എന്തിനാന്നുള്ള രീതിയിൽ ചോദിച്ചു. കാരണം ഇവരെന്താ ഇവര് മറ്റേ ഡീഫോൾട്ട് ഡ്രസ് ആയിട്ടാണ് നിങ്ങളാണെന്ന് അറിയില്ല. മുഖം കണ്ട അവൻ അറിയത്തില്ലേ? അത് അങ്ങനെ നമുക്ക് ഈ ഡ്രസ് നമ്മുടെ പറഞ്ഞല്ലോ ഞാൻ അക്സെപ്റ്റ് ചെയ്തല്ലോ. ഞാൻ പറഞ്ഞുതരാം. അതായത് സ്റ്റാർട്ടിങ് ആയത് ഡ്രാഗൺ ആയിട്ടാണ്. അവൻ ഒന്നാമത് ഇങ്ങനെ വള്ളിയൊന്നും പിടിക്കാത്ത ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. അത് മര്യാദക്ക് സംസാരിക്കുവല്ലോ അവര്. ഞാൻ കാശോട് പറഞ്ഞതാ, അവന് സംസാരം മര്യാദക്ക് അവനപ്പോ റോങ് ആയി സംസാരിച്ചപ്പോ അങ്ങനെ ആയിന്ന് പറഞ്ഞു. കാരണം അത് ആ ഡ്രസ് ഷോപ്പിന് എന്തോ ഇതായിന്ന് പറഞ്ഞു, ചവിട്ടിന് എന്തോ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ ഇഷ്ടപ്പെടാതായിട്ടാണ് പറഞ്ഞു, റോങ് ആയെന്ന്. അപ്പൊ അത് അവൻ പിന്നെയും പറഞ്ഞു ടി വി എന്ന് അറിയണ്ട ആയില്ലെങ്കിൽ നമ്മൾ ഇതാക്കില്ലായിരുന്നു, അങ്ങനെ സംസാരിക്കില്ലായിരുന്നു വരെ എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളെ രണ്ടു മൂട്ടിന് വട്ടമായി മനസ്സിലാകാത്തത്. കുഴപ്പമില്ല, രണ്ടു വട്ടം മനസ്സിലായില്ലോടാ. അതാണ് എന്ത് ചെയ്യാനാ. പച്ചയായിരുന്നു. നിങ്ങൾ വെടിവെച്ചതാരാ ഫസ്റ്റ്? എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഫസ്റ്റ് ആരാ ഫയർ ചെയ്തേ? എന്റെ ഭാഗത്ത് തെറ്റില്ലെന്നല്ല പറയുന്നത്. ഫസ്റ്റ് ഫയർ ചെയ്താരാ? എന്റെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഫയർ ചെയ്താരാ? ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ നിർത്തിക്കോ, സംസാരോടെ നിർത്തിക്കോ. കാർലോ, ടിവിയുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക്, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ സോറി പറയുന്നു. ഞാൻ സംസാരിച്ചോളാം. ടിവിയുടെ സൈഡിൽ നിന്ന് മിസ്റ്റേക്ക് കാർലോ, ഞാൻ എന്റെ സൈഡിൽ നിന്ന് സോറി പറയുന്നു. ഇവന്മാര് ഇവിടെ മുതുകിൽ വെച്ച് ഈ കുഞ്ഞുകളി കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അത് ശരിയാ, വേറൊരാളുടെ POV നോക്കുമ്പോൾ ഈ ചവിട്ടിയിടുന്നത് കുറച്ച് ബാഡായിട്ടുള്ള പരിപാടിയാണ്. അത് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഇവരുടെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ വേറെ ഏത് സിറ്റുവേഷനിലായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ചവിട്ടിയിടുന്നത് മോശം പരിപാടിയാണ്. ഞാനത് ഓൾറെഡി എനിക്ക് കാര്യം മനസ്സിലായതാ. ഇവൻ അത് നിൽക്കുന്നുണ്ട്, ഇവന്റെ സംസാര രീതി ഇങ്ങനെ തന്നെ നിൽക്കുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ കാർലോ, നമ്മളെ കൂട്ടത്തിലാണെങ്കിലും അവരുടെ കൂട്ടത്തിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത കുറെ പേരുണ്ട്. നമ്മൾ ഞാനും കാർലോയും അല്ലെങ്കിൽ അപ്പാപ്പനും ഒക്കെ കുറച്ച് പേര് മാത്രം ഈ അടി ഉണ്ടാവാതെ പോകണമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നിന്നിട്ട് ഇത് സോൾവ് ആവൂല ഒരു കാലത്തും. ഇവർക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തിടത്തോളം കാലം ഇതിങ്ങനെ വേഴ്സ് ആയിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ ഓരോ ദിവസം. ഇവനായിട്ടാണ് സിറ്റുവേഷൻ ആയിരുന്നത്. അപ്പൊ ഇവനും അത് സീരിയസ്ലി ഇവനെ അറിയണ്ടല്ലോ. കാരണം എനിക്ക് അറിയുന്നതാണ് ഇവൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു വള്ളിയേറ്റോ ഈവൻ ഒരാളേറ്റ് പോലും പോവാത്തൊരു ടൈപ്പാണ്. മാക്സിമം നല്ല രീതിയിൽ പോവാന്നുള്ളത് നടക്കുന്ന ആളാണ്. അപ്പൊ അവന് ഒരു ട്രിഗർ ആയിരുന്നു അത് ഒരു പേരൊക്കെ കൺസേൺ ഒന്നുമില്ല. ഞാനും കാഷ്വൽ ആയിട്ട് ചോദിച്ചത്, അങ്ങനെ തട്ടിയപ്പോ പേരാ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഞാനൊന്നും ചോദിച്ചിട്ടില്ല. പിന്നെ ഞാൻ കോൾ കൊടുത്തു, ഒബ്വിയസ്ലി നമ്മളോട് അങ്ങോട്ട് സംസാരം കോൾ കൊടുത്തു. അതുവരെ ഫണ്ണായിരുന്നു, ഓക്കെ ആയിരുന്നു. എനിക്ക് ഇത് മനസ്സിലായില്ലേ? അത് പിന്നെ കഴിഞ്ഞ് അത് ഇടിച്ചിട്ട് പിന്നെ അടിയായപ്പോഴാണ് തിരിച്ചല്ല. ആദ്യം നിങ്ങൾ എന്നെ അടിച്ചിട്ടു കാലയിട്ട്, അപ്പോഴാണ് നമ്മളെ മെമ്പേഴ്സിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എന്നെ അടിച്ചിട്ടപ്പോഴാണ് അവരടിച്ചത്. അപ്പൊ അവർക്ക് അറിയത്തില്ല നിങ്ങൾ TV എന്ന്. പക്ഷെ ഒരു കാര്യം പറയാം, TV എന്ന് മനസ്സിലായ ആ സ്പോട്ടിൽ തന്നെ ഈ സിറ്റുവേഷൻ ഞാൻ ഫുള്ളി ക്ലിയർ ചെയ്ത് എന്റെ മനസ്സിൽ നിന്ന് മനസ്സിലായ അത് ആ ഒരു ഇതുകൊണ്ട് മാത്രം, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് അപ്പൊ തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്താ, ഒരു ഇഷ്യൂസും ഇല്ലാന്നാക്കി ഞാൻ. വീണ്ടും അടിച്ചപ്പോ ഒന്നുകൂടെ പേട. എന്തായാലും അല്ല ബ്രോ, അവൻ രണ്ടാമത് അടിച്ചത് അങ്ങനെ ഇന്റൻഷ്യലി അങ്ങനെ അതാ മിസ്റ്റേക്ക് അല്ല ഞാൻ പറയുക. പക്ഷെ അവൻ എന്താ ഇത് KV ആണ്, അല്ല നിങ്ങൾ ഗ്യാങ് ഡ്രസ്സിലും അല്ലായിരുന്നല്ലോ.
അപ്പൊ അല്ലേ നമ്മളെ ആൾക്കാർ വന്നായിരുന്നു, KVA വണ്ടി വന്നായിരുന്നു. അല്ല ഞാൻ നീ എന്തിനാ രണ്ടാം എണ്ണീറ്റ് അടിച്ചതെന്ന് പറഞ്ഞേ? ഞാൻ റേജിൽ അടിച്ചു പോയതാ. സോറി സോറി. അത് മനസ്സിലായി. ഞാൻ അത് അത്രേ ഉള്ളൂ. ഇപ്പൊ പുള്ളി പറഞ്ഞ ക്ലിയർ ആണല്ലോ. ഇപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലൊന്നും വെക്കുന്നില്ല, സീനില്ല. എനിക്ക് നിങ്ങളായിട്ട് ആരായിട്ട് ഒരു പേഴ്സണലി ഒരു ഇഷ്യൂസും ഇല്ല. അല്ല ഇപ്പൊ എന്നെ 2 വട്ടമായി നിങ്ങൾ ഇങ്ങനെ ഇതാന്ന്. അപ്പൊ ഇനി ഈ പച്ചമുടി കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വിചാരിച്ചേക്ക് ഞാനാന്ന് ഇനി സിറ്റുവേഷൻ. അല്ല അതാ ഞാൻ ക്ലിയർ ആയിട്ട് ചോദിച്ചു. പേരെന്താ ചന്ദ്ര ഞാൻ ചോദിക്കട്ടെ? അവന് പേരും പറഞ്ഞില്ല, അതാണ് പേര് പറയുന്നതായിട്ട് ഞാൻ ചോദിച്ചു. ഒന്നും പറയുന്നില്ല. എനിക്ക് സീരിയസ്ലി ഡ്രാഗൺ ചോദിച്ചിരുന്നു പേരെന്താണ് നിങ്ങളുടെ പേര്. എനിക്ക് അറിയുന്ന കണ്ടാ മനസ്സിലാവുന്നത് കണ്ണാപ്പിനെ അറിയാം, പിന്നെ ഇതുപോലുള്ള കുറച്ച് മെമ്പേഴ്സിനെ അറിയാം. ഓക്കെ, എനിക്ക് ഇത് സീരിയസ്ലി എനിക്ക് അറിയാത്തൊരു കാര്യമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ. പിന്നെ ഞാൻ എന്റെ കയ്യിൽ കണ്ടുണ്ടായിരുന്നു. ഞാൻ ഈവന്തോ ഞാൻ അടിച്ചിട്ടില്ല. ഈവന്തോ അവരെന്നെ ഇടിച്ചു, നിങ്ങളൊരാൾ ഡൗൺ ആയി, എന്നിട്ട് ഞാൻ അടിച്ചിട്ടില്ല. പിന്നെ എയിം ചെയ്യുന്നതിന് മുന്നേ എന്നെ അടിച്ചിട്ട് മനസ്സിലായി. അടിച്ചിടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ പോയതല്ല. ഇല്ല ഞാനും പറഞ്ഞില്ല. ഞാനാണെങ്കിൽ തന്നെ ഇപ്പൊ ഇവര് KV ആയിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ സിറ്റുവേഷൻ ആദ്യം കേട്ടപ്പം എന്റെ അടുത്ത് KV ആണെന്ന് ഇവിടെ കുറെ പേര് പറഞ്ഞപ്പോ ഞാൻ തന്നെ പറഞ്ഞത് KV. ഇപ്പം ഇതിനകത്ത് കുറെ ദിവസമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പേർക്ക്, ഞാനാണെങ്കിലും കാറിലാണ്, ഞങ്ങൾക്ക് കുറച്ച് പേർക്ക് എല്ലാവർക്കും അറിയാം KV നമ്മൾ തമ്മിൽ ഇപ്പൊ അലയൻസിൽ പൊക്കോണ്ടിരിക്കുക, പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിലും കുറച്ച് പേർക്ക് ഇതിനകത്ത് കുറച്ച് പേരെ അറിയത്തില്ല. ഇതിനകത്ത് കുറച്ച് പേർക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പുതിയതായിട്ട് വന്ന കുറച്ച് പേരെ അറിയത്തില്ല. ഇപ്പം നിങ്ങൾ സിറ്റുവേഷനിലൊക്കെ ഡ്രസ്സിലൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സിറ്റുവേഷൻ പൊട്ടി ഒരാൾ ഡൗൺ ആയി കഴിഞ്ഞതിന് ശേഷമാണ് KV ആണോ TV ആണോ എന്ന് അറിയുന്നത്. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അപ്പോഴത്തേക്കിന് വേഴ്സ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേക്കും സിറ്റുവേഷൻ വേഴ്സ് ആയിട്ടുണ്ടാവും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതാണ് ഓൾറെഡി മുന്നേ സിറ്റുവേഷൻ അതിൽ വരുന്നു. അങ്ങനത്തെ ഒരു ഇതിൽ പിന്നെ അത് പഴയ സിറ്റുവേഷൻ വെച്ചിട്ട് മനസ്സിൽ വരും. അതെ അതാണ് പ്രശ്നം. അത് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും കൂടെ പരിചയപ്പെടുത്തുക. അതായിരിക്കും നല്ലത്. ഞാനൊന്നും മനസ്സിൽ വെക്കുന്നില്ല കേട്ടോ. വിളിക്കണടാ. ഒന്നും മനസ്സിൽ വെക്കരുത് എന്ന് പറയാ. എനിക്ക് ആ സമയത്തുള്ള ഉണ്ടാവുള്ളൂ, പിന്നെ ഉണ്ടാവൂല. അങ്ങോട്ട് പറഞ്ഞിട്ട് തെള്ളക്ക് വിളിച്ചാ ഓക്കെ, നമുക്ക് പരിപാടി കാണാം. അല്ല അത് അറിയാം. കാരണം ഈ നീഗന്റെ സംസാരം ഇങ്ങനത്തെ ഒരു രീതിയാണ്. എനിക്കറിയാം. നിനക്കറിയാലോ. അതാണ് വേറൊരു സീന്. ഞാൻ അവനെ ഇനിയിപ്പൊ എത്ര പറഞ്ഞ് മനസ്സിലാക്കാൻ ഇപ്പൊ നോക്കിയാലും നടക്കത്തില്ല, കുറച്ച് കഴിഞ്ഞോട്ടെ. കാരണം അത് ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായില്ല. എനിക്കറിയാം, അവന്റെ ക്യാരക്ടർ അറിയാവുന്ന സീനൊന്നുമില്ല. അതെ ഷെയ്ക്ക് കിടന്ന് വിളിക്കുന്നത്. അന്ന് പരിപാടി കാണാം. ഞാൻ പരിപാടി കാണാം. ഓക്കെ ശരി. ഹലോ, അപ്പം തൂങ്ങിയേ. ഹലോ, ഞാനത് ഇപ്പൊ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു. ഞാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലായി. ഞാൻ പറയണ നീ ശ്രദ്ധിച്ചേക്ക്. ഞാൻ വേറൊന്നും അല്ല പറയണേ. ഞാൻ പറയണ കാര്യം ജസ്റ്റ് ശ്രദ്ധിച്ചേക്ക്. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തല്ല ഈ സിറ്റിയിൽ ജീവിക്കുന്നത്. അല്ല, നമ്മൾ ഇൻഡിവിജ്വൽ ഗ്യാങ്ങാ TVA. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്തു ആരുടെ പൈസയ്ക്കും ആരുടെ ഇതിനൊന്നും അല്ല ഇവിടെ ജീവിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ കുറച്ച് നാളായിട്ട് നമുക്ക് ഒരു അലയൻസ് എന്നുള്ള രീതിയിൽ, അലയൻസ് ഒന്നല്ല പറയണ, ഗ്യാങ് തമ്മിൽ അലയൻസ് പാടില്ലല്ലോ. നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സൗഹൃദ ഗ്യാങ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമുക്കുള്ളത് KV ആണ് ഇവിടെ. അത് കുറച്ച് നാളായിട്ട് നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് ഇരിക്കുക. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അൺനെസസറി ആയിട്ട് ഒരു ഇഷ്യൂ വേണ്ട എന്നുള്ളൊരു കാര്യമുള്ളൂ. അല്ലാതെ ഡിപ്പെൻഡൻസിയെ പറ്റിയല്ല നമ്മളിവിടെ സംസാരിക്കുന്നത്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ ഒരു തൽക്കാലം ഒരു പ്രശ്നം വേണ്ട എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമുക്ക് മനസ്സിലായ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വലിയ പ്രശ്നമായാണ് നീ 10 വെടിച്ചു പ്രശ്നമല്ലേ? പിന്നെ അല്ല, അവന്മാർക്ക് പ്രശ്നമില്ലെങ്കിൽ നമുക്കും പ്രശ്നമില്ലെങ്കിൽ പിന്നെ ആയിരിക്കും പ്രശ്നം. അവർക്ക് പ്രശ്നമില്ലെന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ നീക. നമ്മൾ അവിടെ നിന്ന് മെസ്സ് അടിക്കുന്നത് പോലെ സംസാരിച്ച എങ്ങനെയാണ് അവരും സോൾവ് ചെയ്യാനല്ലടാ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മളപ്പോ ഒരു റെസ്പെക്ട് കൊടുക്കണ്ട തിരിച്ച്. അപ്പൊ അവൻ നമ്മളോട് എങ്ങനെയാണ് സംസാരിച്ചേ? ഇവരെന്ത് ചെയ്ത്? അപ്പൊ ഇവരോട് അല്ലെ അണ്ണ, ഞാൻ സത്യമായിട്ട് ഞാൻ ചിരിച്ചോണ്ട് സംസാരിക്കുന്നേ. ഇതിപ്പോ എന്റെ ഫേസ് കാണാത്തോണ്ടാ. ഞാൻ കാര്യം പറയട്ടെ, നീ ഇത് ഫാക്ട് ആണ്, നീ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അതായത് ഇവിടെ ഒരു ക്യാരക്ടറെ മനസ്സിലാക്കാൻ മിനിമം നമ്മൾ കുറച്ച് ദിവസം ഒറ്റ കണ്ണാട്ടാണോ ആള് ഒറ്റ കണ്ണാട്ടാണോ? എന്തെങ്കിലും ഒരു ദിവസം റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചത് സംഭവിക്കില്ലല്ലേ?
എനിക്ക് അറിഞ്ഞൂടാ അപ്പാപ്പ എത്രയും പെട്ടെന്ന് ഒരു മീറ്റപ്പ് ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞാ അണ്ണ ഒറ്റ ഉണ്ടാവും. ഞാൻ ചെറിയ എക്സാമ്പിൾ അടിച്ചാൽ വെയിറ്റ് ചെയ്യേ, ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യേ. അല്ല ഫണ്ണായിട്ട് നമ്മള് പോയി വെച്ചപ്പോഴാണ് നമ്മള് പ്രശ്നം ഉണ്ടായത്. എല്ലാ സാറേ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്റെ പുറകെ ഉണ്ടായിരുന്നു. നീ ഒരിടത്ത് നിക്കുമ്പോ ബൈക്കിൽ ഏതോ രണ്ട് അച്ചിപ്പട്ടികൾ വന്ന് നിന്നെ ചവിട്ടി ഇടുമ്പോ നിനക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവൻ അത് ഫണ്ണാ, നിനക്കത് ഫണ്ണാവൂല. എടാ നമ്മൾ ചവിട്ടുമ്പോ നമുക്ക് ഒറ്റ മിനിറ്റ് നീക ഈ നീല മുടിയാറാ അളിയാ ഇവൻ നമ്മുടെ പയ്യൻ. ആര് പല്ലല്ല കേക്കട്ടെ പറ ആര് സ്റ്റീവനല്ല കണ്ണാടി വെച്ച നീല മുടിയാറെന്നാണ് ചോദിക്കുന്നത്. ഇത് സ്നൈപ്പല്ലേ? ആ സ്നൈപ്പ്. ഓക്കെ കറക്റ്റ്. അപ്പൊ നിനക്ക് ഇപ്പൊ മനസ്സിലായ സ്വന്തം ഗ്യാങ്ങിൽ ഒരാളെ ഞാൻ പറയാം ഇല്ല നീ ഇത്ര ആലോചിച്ചേ സ്വന്തം ഗ്യാങ്ങിലെ ഒരാളുടെ ക്യാരക്ടർ നിനക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ നിന്നെ വേറൊരു ഗ്യാങ്ങിലെ ഒരാൾക്ക് എങ്ങനെ മനസ്സിലാവും? അളിയാ എന്റെ ബാക്കിൽ 24 മണിക്കൂറിൽ ഇവന് മനസ്സിലാവും. ഈ ബാക്കിൽ താങ്കൾ എന്ത് ചെയ്യും? ചന്ദ്ര ഞാൻ പറയാം അത് ന്യായം, വെടിവെച്ചു ന്യായം. അവർക്ക് മനസ്സിലായില്ല ഇത് ഇതാന്ന് പറഞ്ഞ അത് മുടന്ത് ന്യായം. കലി കയറിയിട്ട് ഇവൻ 24 മണിക്കൂർ ഞാൻ പറഞ്ഞല്ലോ ഈ എന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും ഇതാണ്. അടി ഉണ്ടാവാതിരിക്കേണ്ടത് TVയിലുള്ള പ്ലേയേഴ്സിന്റെയും KVയിലുള്ള പ്ലേയേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോ നമ്മൾ ലീഡർ രണ്ടുപേര് സംസാരിച്ച് സോൾവ് ആക്കുന്നവരടുത്ത് ഒരു മെമ്പർ വന്ന് വേഴ്സ് ആക്കേണ്ട ആവശ്യമില്ല. എന്റെ സ്റ്റേറ്റ്മെന്റ് അത് തന്നെയാണ്, ഇപ്പോഴും ഒരു വ്യത്യാസവും ഇല്ല. ഞാനത് മാറ്റി പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. മനസ്സിലാക്ക്. 24 മണിക്കൂർ എനിക്ക് പറ്റില്ല. എന്താ പറഞ്ഞു ഒന്നുമില്ല അവസാനെ എന്താ പറഞ്ഞു കേട്ടില്ല. നമുക്ക് പതുക്കെ ഷെയ്ക്കിന്റെ പരിപാടിക്ക് പോവാ. ഡ്രസ് ഇട്ടോ, ഡ്രസ് ഇട്ടോ. ആ ഇട്ടോ. ഞാനൊന്നും ചെയ്തില്ല. ഞാനല്ലേ എപ്പോഴും തല്ലുണ്ടാക്കുന്നത്, ഞാനല്ലേ എപ്പോഴും വഴക്കുണ്ടാക്കുന്നത്. ഞാനൊന്നും ചെയ്തില്ല. ആ ഓൾറെഡി എന്നിട്ട് ഇനാഗ്രേറ്റ് ചെയ്യാൻ പോറേ ഇതല്ല എന്റെ തലയിലാണ്. ഒരു വന്താ ഇങ്ക തന്നെ ഇതെല്ലാം എന്റെ തലയില. ലാസ്റ്റിൽ ഇതെല്ലാം എന്റെ തലയിലാ. ഇനാഗ്രേറ്റ് ചെയ്യാൻ പോറേ. അല്ല നിനക്കൊന്നും പറയണ്ടേ? ഞാൻ പറഞ്ഞ സംസാരിച്ച് തീർന്നല്ലേ? അണ്ണ ഒരു പ്രശ്നമില്ല. ഞാൻ അടുത്ത് വരുമ്പോ മാത്രം ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് നീ എല്ലാവരും ഞാൻ ട്രിഗേർഡ് ആയിട്ട് സംസാരിക്കണമെങ്കിൽ ഇങ്ങനല്ല സംസാരിക്കുന്നത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ പിന്നെ പ്രശ്നം കഴിഞ്ഞ് വിട്, നീ അത് വിട്, ചില്ലാവ്. നമ്മള് വേറെ പരിപാടിക്ക് പോകല്ലേ, വാ നമ്മൾ നോക്കാം. ശരിയാണ്. വൈകിട്ട്